നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും 100% നടപ്പിലാക്കിയ ഒരു മണ്ഡലമാണ്. അത് ഇനിയും തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ ചെർളായി ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥി പ്രവിത വിജയകുമാർ പൈ ആണിപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. രാവിലെ തന്നെ പ്രചരണ പരിപാടികളുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതെ അതെ അതെ. എങ്ങനെ പോകുന്നു? വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഈ നല്ല ചൂടൊക്കെയാണ്, അപ്പോൾ ഈ പ്രചരണം അതേപോലെയാണോ? പ്രചരണ ചൂടിൽ ഈ ചൂടൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലയാളികൾ മാത്രമല്ല ഉള്ളത്, ഗുജറാത്തികളുണ്ട്. അപ്പോൾ ഈ പ്രചരണത്തിൽ ഭാഷ എങ്ങനെയാണ്? ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മുടെ ഇവിടെ ഏകദേശം 13-14 ഭാഷകൾ അറിയാവുന്ന ഒരു ജനവിഭാഗം എല്ലാവരും കമ്പൈൻ ചെയ്ത് ജീവിക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ഈ സൈഡിൽ നമ്മുടെ ശരിക്കും വരുന്നത് GSB കമ്മ്യൂണിറ്റിയാണ്. കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഗുജറാത്തീസ് ഉണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, തെലുഗു ഉണ്ട്, കന്നഡ, അങ്ങനെ പല ജനവിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ മലയാളവും കൊങ്കണിയും ഹിന്ദിയുമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് സംസാരിക്കുന്നതിനായിട്ട്. മറ്റൊന്ന്, ഈ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് BJPയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്യാമളയാണ്. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ കാണുമ്പോൾ? ഇത് ഇലക്ഷൻ എന്ന് പറയുന്നത് ഈ കോമ്പറ്റീഷനിൽ നമ്മൾ 37 വർഷമായിട്ട് നമ്മുടെ താമര അല്ലെങ്കിൽ നമ്മുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ പാർട്ടി അതിൻ്റെ ഏറ്റവും അധികം ശക്തിയോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ വ്യക്തികൾക്കല്ല, പ്രസ്ഥാനത്തിനാണ് മുൻഗണന. അത് തീർച്ചയായിട്ടും ഈ കാണുന്ന ജനവിഭാഗങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സപ്പോർട്ട് മനസ്സിലാകും. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ഇപ്പോൾ? അതെ അതെ. കന്നി അംഗമാണപ്പോൾ. അപ്പോൾ ഈ കന്നി അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി വിജയിക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി? നിങ്ങൾ ഈ വാർഡിൽ ഈ അമ്പലത്തിൻ്റെ മുമ്പിലാകട്ടെ കുറച്ച് മാറിയിട്ടാകട്ടെ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ വരുന്ന ഡെവലപ്മെൻറ്റ്സിൻ്റെ എല്ലാം ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ ഒരു വികസന തുടർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ജനങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിക്കും. അതെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും 100% നടപ്പിലാക്കിയ ഒരു മണ്ഡലമാണ്. അത് ഇനിയും തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്തവണ BJPയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഈ സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ സാധിക്കും, കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും വിജയിക്കുക മാത്രമല്ല, ഭൂരിപക്ഷം 2000-ന് മുകളിൽ ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇത്തവണ വലിയൊരു പോരാട്ടം തന്നെയാണ് മട്ടാഞ്ചേരി ചെർളായി ഡിവിഷനെ സംബന്ധിച്ച് നടക്കുക. അതെ അതെ. ഈ BJPയെ മാത്രമല്ല എതിർ സ്ഥാനാർത്ഥികളാണെങ്കിലും കടുത്ത ഒരു പോരാളികൾ തന്നെയാണ്. അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. പാർട്ടിയും പ്രസ്ഥാനവും നമ്മുടെ അടുത്ത് കൂടെ ഉള്ളിടത്തോളം അതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. വലിയ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. കാരണം ചെർളായി ഡിവിഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ BJPക്ക് സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇവർക്കടക്കമുള്ളത്. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.